രാമവർമ്മൻ ചിറയിൽ ഷാരോൺ രാജിന് വിഷം നൽകിയ ആ വീട് ഗ്രീഷ്മയുടെ കുടുംബം കൈവിട്ടു. അടുത്ത ബന്ധുവിന് ആ വീട് ഗ്രീഷ്മയുടെ അമ്മ വിറ്റു. മകളെ വധശിക്ഷയ്ക്ക് വിധിച്ച കോടതി വിധി അറിഞ്ഞതു മുതൽ ഗ്രീഷ്മയുടെ അമ്മ അലമുറയിട്ട് നിലവിളിയായിരുന്നു. നെഞ്ചത്തടിച്ച് കരച്ചിലും. സ്വന്തം വീട് വിറ്റ ഗ്രീഷ്മയുടെ അമ്മ രാമവർമ്മൻ ചിറയിൽ തന്നെയുള്ള തൻ്റെ കുടുംബ വീട്ടിലാണുള്ളത്. ഗ്രീഷ്മയെ വധശിക്ഷയ്ക്ക് വിധിച്ചപ്പോൾ അമ്മാവൻ നിർമ്മലകുമാരൻ നായർക്ക് 3 വർഷത്തിൽ തടവൊതുങ്ങി. അതുകൊണ്ടു തന്നെ ജാമ്യവും കോടതി അനുവദിച്ചു. അപ്പീൽ കാലം കഴിയും വരെ നിർമ്മലകുമാരൻ നായർക്ക് പുറത്ത് തുടരാം. അപ്പീൽ നൽകാതെ 2 കൊല്ലം കൂടി ജയിലിൽ കിടന്നാൽ അമ്മാവന് ശിക്ഷാകാലം കഴിയും. അങ്ങനെ ജയിൽവാസം അനുഭവിച്ചാൽ അത് കോടതി വിധി അംഗീകരിക്കലാകും. ഇത് ഗ്രീഷ്മയുടെ വധശിക്ഷയ്ക്കെതിരായ അപ്പീലിനെ പോലും ബാധിക്കും. അതുകൊണ്ട് അമ്മാവനും തൻ്റെ ചെറിയ കാലയളവിനുള്ള ശിക്ഷയ്ക്കെതിരെ അപ്പീൽ പോകും. വിചാരണ കാലത്ത് 1 കൊല്ലം നിർമ്മലകുമാരൻ നായർ ജയിലിൽ കിടന്നു. അതുകൊണ്ടു തന്നെ 2 കൊല്ലം കൂടി ശിക്ഷ അനുഭവിച്ചാൽ നിർമ്മലകുമാരൻ നായർ ഈ കേസിൽ നിന്നും സ്വതന്ത്രനാകും. അപ്പോഴും സഹോദരിയുടെ മകളായ ഗ്രീഷ്മയ്ക്ക് വേണ്ടി ഹൈക്കോടതി അപ്പീലിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് ഈ അമ്മാവനും. പണം ഞങ്ങൾ തരും. ഗ്രീഷ്മയുടെ അടുത്ത ബന്ധുവിൻ്റെ കല്യാണ പാർട്ടിയായിരുന്നു കഴിഞ്ഞ ദിവസം. വീടിനടുത്തായിരുന്നു ഈ പാർട്ടി. ഗ്രീഷ്മയുടെ അമ്മയും അമ്മാവനും എല്ലാം പങ്കെടുക്കേണ്ട ചടങ്ങുകൾ. പക്ഷേ ഗ്രീഷ്മയുമായി ബന്ധപ്പെട്ടവർ എല്ലാം ആ ചടങ്ങുകൾ ഒഴിവാക്കി. എല്ലാ അർത്ഥത്തിലും നിലവിളികളുടേതായി. 2 ദിവസം മുൻപ് ഈ കേസിൽ ഗ്രീഷ്മയുടെ അമ്മയെ കോടതി വെറുതെ വിട്ടിരുന്നു. ഇതോടെ ആ കുടുംബം പ്രതീക്ഷയിലായി. മകൾക്ക് ജീവപര്യന്തം മാത്രമേ കിട്ടൂവെന്ന് ഏവരും പ്രതീക്ഷിച്ചു. അപ്പീൽ കൊടുത്താൽ വധശിക്ഷയിൽ ഇളവ് കിട്ടുമെന്ന് കുടുംബം പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോഴും അപ്പീൽ അംഗീകരിക്കും വരെ പരോൾ ഇല്ലാതെ ഗ്രീഷ്മ അകത്ത് കിടക്കും. ഹൈക്കോടതി അതിവേഗം അപ്പീൽ പരിഗണിക്കാനും സാധ്യതയില്ല. അതായത് കുറച്ചു കാലമെങ്കിലും അപ്പീൽ അനുവദിക്കുന്ന സാഹചര്യമുണ്ടെങ്കിലും ഗ്രീഷ്മയ്ക്ക് അകത്ത് കിടക്കേണ്ടി വരും. നാഗർകോവിലിലെ ബന്ധുവീട്ടിലായിരുന്നു കുറച്ചു കാലമായി ഗ്രീഷ്മ നിന്നിരുന്നത്. ജാമ്യവ്യവസ്ഥ അനുസരിച്ച് സ്റ്റേഷനിലും മറ്റും ഒപ്പിടാൻ ഗ്രീഷ്മ എത്തിയിരുന്നത് രാത്രിയിലെ KSRTC ബസ്സിലായിരുന്നു. മകളുടെ സ്വകാര്യത പരമാവധി കാത്തു സൂക്ഷിക്കാൻ കുടുംബം ആവുന്നതെല്ലാം ചെയ്തു. കോടതി വിധി അനുകൂലമായാൽ ചെന്നൈയിലേക്ക് മാറാനായിരുന്നു തീരുമാനം. ഇതെല്ലാം തകർക്കുന്നതായി നെയ്യാറ്റിൻകര കോടതി വിധി. ഷാരോൺ രാജ് കൊലക്കേസിൽ അന്വേഷണം ഏറ്റെടുക്കാൻ കേരള പോലീസിനെ സഹായിച്ചത് ഗ്രീഷ്മ നടത്തിയ തട്ടിക്കൊണ്ടുപോകൽ ആണെന്നതാണ് വസ്തുത. ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ച കോടതി വിധിയിൽ തട്ടിക്കൊണ്ടുപോകൽ കുറ്റത്തിനും ശിക്ഷ നൽകിയതോടെ നിയമപരമായി കേസ് കൂടുതൽ കരുത്തുള്ളതായി. കേരള പോലീസ് ഈ നീക്കം നടത്തിയിരുന്നില്ലെങ്കിൽ കേസ് അന്വേഷണം തമിഴ്നാട് പോലീസിന് കൈമാറേണ്ടി വരുമായിരുന്നു. കാരണം കുറ്റകൃത്യത്തിൻ്റെ പ്രധാന ഭാഗം തമിഴ്നാട്ടിൽ കന്യാകുമാരി ജില്ലയിലെ ദേവിയോട് വില്ലേജിലെ പൂമ്പള്ളിക്കോണത്തെ രാമവർമ്മൻ ചിറയിലുള്ള ശ്രീനിലയം എന്ന വീട്ടിൽ വെച്ചാണ്. നിയമപരമായി കൃത്യം നടന്ന സ്ഥലത്തെ പോലീസിനാണ് അന്വേഷണ ചുമതല. ഈ വീടാണ് ഗ്രീഷ്മയുടെ അമ്മ മറ്റൊരു ബന്ധുവിന് വിറ്റത്. അന്വേഷണം തമിഴ്നാട്ടിലേക്ക് മാറ്റിയാൽ ഒരുപക്ഷെ കേരളത്തിൽ ലഭിക്കുന്ന പ്രാധാന്യം നഷ്ടപ്പെടുമോ എന്ന് കേരള പോലീസ് സംശയിച്ചു. തുടർന്ന് പോലീസ് ആസ്ഥാനത്ത് ഉന്നത ഉദ്യോഗസ്ഥർ യോഗം ചേർന്നാണ് ഈ കുരുക്കഴിക്കാൻ വഴി കണ്ടെത്തിയത്. ഷാരോണിനെ ഗ്രീഷ്മ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയെന്നതാണ് കേസ് എന്ന് ഉദ്യോഗസ്ഥർ കണ്ടെത്തി. അതോടെ തട്ടിക്കൊണ്ടുപോയതിനും ഗ്രീഷ്മയ്ക്കെതിരെ കേസെടുത്തു. അതോടെ കേസ് കേരളത്തിൽ നിലനിർത്താനും കഴിഞ്ഞു. ഈ നിലപാട് കോടതിയും അംഗീകരിച്ചു. കോടതി വിധിയിലെ 7-8 ഖണ്ഡികയിൽ പറയുന്ന തട്ടിക്കൊണ്ടുപോകലിന് ഷാരോൺ രാജ് വിധേയനായതായി കോടതി കണ്ടെത്തിയതായാണ് വിധിയിൽ പറയുന്നത്. പാറശാലയിലെ വീട്ടിൽ നിന്നും ഗ്രീഷ്മയുടെ ആവശ്യപ്രകാരമാണ് ഷാരോൺ കന്യാകുമാരി ജില്ലയിലെ ദേവിയോട് വില്ലേജിലെ പൂമ്പള്ളിക്കോണത്തെ ശ്രീനിലയം എന്ന വീട്ടിൽ എത്തിയത്. വീട്ടിൽ അമ്മയും അമ്മാവനും ഇല്ലെന്ന് പറഞ്ഞ ഗ്രീഷ്മ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഷാരോണിനെ പ്രലോഭിപ്പിച്ച് വിളിച്ചിരുന്നു. ഈ ഫോൺ വിളിയാണ് തട്ടിക്കൊണ്ടുപോകലായി കോടതി പരിഗണിച്ചത്. ഫോണിൽ ലൈംഗിക കാര്യങ്ങൾ സംസാരിച്ച ഗ്രീഷ്മ ഷാരോണിനെ നിർബന്ധപൂർവം രാമവർമ്മൻ ചിറക്ക് സമീപത്തെ പൂമ്പള്ളിക്കോണത്തുള്ള വീട്ടിലേക്ക് എത്തിക്കുകയായിരുന്നുവെന്നും ഇത് തട്ടിക്കൊണ്ടുപോകലാണെന്നും കോടതി കണ്ടെത്തി. കുറ്റകൃത്യത്തിൻ്റെ തുടക്കം കേരളത്തിൽ നിന്നാണെന്ന് സ്ഥാപിക്കാൻ കേരള പോലീസിനെ സഹായിച്ചത് ഈ വകുപ്പാണ്. തട്ടിക്കൊണ്ടുപോകൽ കൊലപാതകത്തിലേക്ക് നയിച്ചുവെന്ന് കേസിൻ്റെ വിചാരണ വേളയിൽ കേരള പോലീസിന് തെളിയിക്കാൻ സാധിച്ചിരുന്നു.
ഷാരോണുമായി ഗ്രീഷ്മ നടത്തിയെന്ന് പറയുന്ന ഫോൺ വിളിക്ക് മുൻപ് തന്നെ കഷായത്തിൽ കലർത്താനുള്ള വിഷവസ്തു ഗ്രീഷ്മയുടെ കയ്യിൽ ഉണ്ടായിരുന്നതായും കൊലപ്പെടുത്താനുള്ള ഉദ്ദേശത്തോടെ ഇക്കാര്യം ഗൂഗിളിൽ തിരഞ്ഞതായും പോലീസ് തെളിവ് നൽകി. ഇതോടെ കൊലപാതകം ലക്ഷ്യം വെച്ചുള്ള തട്ടിക്കൊണ്ടുപോകൽ എന്ന കുറ്റകൃത്യം ഗ്രീഷ്മ നടത്തിയെന്നും കോടതിക്ക് ബോധ്യപ്പെട്ടു. അപൂർവങ്ങളിൽ അപൂർവമായ പ്രവൃത്തി, അതിക്രൂരമായ കൊലപാതകം എന്നീ ഘടകങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഷാരോൺ കൊലക്കേസിൽ ഗ്രീഷ്മയ്ക്ക് നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചത്. കുറ്റം ചെയ്തിട്ടില്ലെന്ന വാദത്തിൽ തുടക്കത്തിൽ ഉറച്ചുനിന്ന ഗ്രീഷ്മ പിന്നീട് കുറ്റം സമ്മതിച്ചിരുന്നു. ഷാരോൺ ബ്ലാക്ക്മെയിൽ ചെയ്തതിനാലാണ് കൊലപ്പെടുത്തിയതെന്ന ന്യായവും നിരത്തി. കൊല ചെയ്തുവെന്ന് സമ്മതിച്ചതിനാൽ പ്രോസിക്യൂഷന്റെ ഭാഗം ബലപ്പെട്ടു. കൊലപാതകത്തെ ന്യായീകരിക്കാൻ നിരത്തിയ കാരണങ്ങൾ തള്ളിയതോടെ ഗ്രീഷ്മയ്ക്കുമേൽ കുരുക്ക് മുറുകി. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ VS വിനീത് കുമാർ, അൽഫാസ് മഠത്തിൽ VS നവനീത് കുമാർ എന്നിവർ ഹാജരായി. ഗ്രീഷ്മയുടെ ചെറുപ്രായം കണക്കിലെടുത്ത് ശിക്ഷയിൽ ഇളവ് നൽകണമെന്ന വാദം കോടതി തള്ളിയത് ഇങ്ങനെ കൊല്ലപ്പെട്ട ഷാരോണിനും ഗ്രീഷ്മയുടെ അതേ പ്രായമാണെന്ന് വിശദീകരിച്ചാണ്. അതുകൊണ്ട് പ്രായത്തിന്റെ ആനുകൂല്യം ഗ്രീഷ്മയ്ക്ക് നൽകാനാവില്ലെന്നും കോടതി പറഞ്ഞു. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.